മുൻ മന്ത്രിയും JDS MLAയുമായ HD രേവണ്ണയെ മെയ് 8 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. വൈറലായ സ്പഷ്ടമായ വീഡിയോകളിൽ ഒന്നിൽ ഇടം നേടിയ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. അതേസമയം തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയെന്ന് രേവണ്ണ പ്രതികരിച്ചു. വിവരങ്ങൾ PJ അരുൺ നൽകും. PJ അരുൺ, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ബിനു, തീർച്ചയായും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി എന്ന് പറയുന്നത് പ്രജ്വൽ രേവണ്ണയാണ്. അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള BJPയുടെ MP കൂടെയാണ്. അദ്ദേഹം ചെയ്ത ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേവഗൗഡയുടെ, മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ മകനും JDS നേതാവുമായ HD രേവണ്ണയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ HD രേവണ്ണയെ വിട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു മുന്നേ HD രേവണ്ണ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിച്ചത് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൂഢാലോചന തനിക്കെതിരെ നടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്വൽ രേവണ്ണ ഇദ്ദേഹത്തിൻ്റെ മകൻ HD രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണ 200ഓളം സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ചിത്രീകരിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു പരാതിക്കാരിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന 3 മക്കളുടെ അമ്മയും കൂടിയായ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തതായി ഇപ്പോൾ ഈ മെയ് 3 നൽകിയ ഈ ഒരു പരാതിയിൽ പറയുന്നത്. ഈ യുവതി എന്ന് പറയുന്നത് രേവണ്ണയുടെ വീട്ടുജോലിക്ക് വരികയാണ്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ മുൻപ് ഈ യുവതി പരാതി ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയായ യുവതിയെ HD രേവണ്ണയുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് കൂടിയായ അംഗം മോട്ടോർ സൈക്കിളിൽ കടത്തിക്കൊണ്ടുപോവുകയും കെട്ടിയിട്ട് മർദ്ദിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതായി ഈ യുവതിയുടെ 3 മക്കളുണ്ട് ഈ യുവതിക്ക്. ഈ യുവതി ഉൾപ്പെടെ 200ഓളം സ്ത്രീകളെയാണ് ഈ BJPയുടെ സഖ്യകക്ഷിയായ JDS നേതാവ് കൂടിയായ പ്രജ്വൽ രേവണ്ണ ബലാത്സംഗം ചെയ്തത്. കൂടാതെ ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൽ പല മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇങ്ങനെ വൈറലായ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട, കാരണം ഇത് പറയുമ്പോൾ പോലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, വളരെ മോശമായ രീതിയിലുള്ള വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തായാലും ദേശീയ തലത്തിൽ ഭരണകക്ഷിയായ മോദിക്ക് ഈ നാരീശക്തിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഈ പ്രസംഗങ്ങളെല്ലാം നാടുനീളെ നടക്കുമ്പോൾ പോലും ഈ ഒരു തരത്തിലുള്ള വലിയ രീതിയിലുള്ള അഴിമതി കഥകൾ അല്ലെങ്കിൽ ഇങ്ങനെ തരത്തിലുള്ള നാറി കഥകളെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിൽ BJPയുടെ സഖ്യകക്ഷിയായ JDS നേതാവിൽ നിന്നും വരുന്നത് എന്തായാലും BJPക്ക് ഭൂഷണമല്ല. എന്തായാലും സാധാരണക്കാരായ ആർക്കും ഇത്തരത്തിൽ നമുക്ക് പറ്റില്ല. കാരണം ഇതിൽ ഇരയായിട്ടുള്ളത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, സമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള വിഭിന്ന മേഖലയിലുള്ള സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ. നമുക്കെന്നെ ഈ പരാതി പരിശോധിക്കുകയാണെങ്കിൽ അറിയാം, ഒരു വീട്ടുജോലിക്കാരിയാണ്. അവരെ ഈ പരാതി നൽകിയതിൻ്റെ പേരിൽ രേവണ്ണയുടെ നിർദ്ദേശമനുസരിച്ച് അവരെ കെട്ടിയിട്ട് മർദ്ദിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുള്ളൂ. ബിനു, എന്തായാലും നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഇദ്ദേഹത്തെ 3 ദിവസത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരമായി അറിയിക്കാൻ കഴിയുന്നത്. ബിനു, മുൻമന്ത്രിയും JDS MLAയുമായ HD രേവണ്ണയെ മെയ് 8 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. വൈറലായ വീഡിയോകളിൽ ഒന്നിൽ ഇടം നേടിയ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. അതേസമയം തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നാണ് രേവണ്ണ പ്രതികരിച്ചത്. വിവരങ്ങളാണ് PJ അരുൺ നൽകിയത്.